ഇപ്പൊ സംഭവിക്കുന്നതെന്താണ്? പണം നമ്മളെ ഭരിക്കാൻ തുടങ്ങുകയാ. അതുകൊണ്ടാണ് നൂറ്റാണ്ട് 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പട്ടുവസ്ത്രങ്ങളും ദീനാറുകളും ദിർഹമുകളും മനുഷ്യനെ അതിന്റെ അടിമകളായ മനുഷ്യന് നാശത്തിലാണ്, നശിക്കപ്പെട്ടിരിക്കുകയാ. അവന് സമ്പത്ത് കിട്ടിയാൽ അവന് സമ്പുഷ്ടനാണ്, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ അവന് ദുഃഖിതനാണ്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ ഇന്ന് വലിയ ആരാധനയിലാണ്. ധനപൂജകരായി ദുനിയാപൂജകരായി മാറിയപ്പോൾ അല്ലാഹുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാ. ചെങ്കടലിൽ പിളട്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന മൂസാ നബിയുടെ ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഖൗമുണ്ടല്ലോ, അവര് എങ്ങനെയാണോ രക്ഷപ്പെട്ടതിന് ശേഷം അല്ലാഹു ആദരിച്ച വിഭാഗമായതിനു ശേഷം എങ്ങനെയാണോ അവര് വിഗ്രഹ പൂജയിലേക്ക് പോയത്, അതേ അവസ്ഥയിൽ തന്നെയാണ് ലോകത്തിന്റെ ജേതാവ്, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ രക്ഷപ്പെടുത്തിയ നമ്മളെ ഇവിടെ എത്തിച്ചത്. സഹാബാക്കളെ ത്യാഗം സഹിച്ചിട്ടാ നമ്മളിവിടെ എത്തിയത്. താബീങ്ങളെ സങ്കടപ്പെട്ടിട്ടാ നമ്മളിവിടെ എത്തിയത്. ഒരുപക്ഷെ ഈ നാടിന്റെ നായകനായ പതിയാങ്കര ഉസ്താദം പണിപ്പെട്ടിട്ടാകുമല്ലോ ഈ നാട് ഈ നല്ല നിലയിൽ എത്തിച്ചേരുന്നത്. ഇന്നലകളിൽ കടന്നു വന്ന പൂർവ്വസൂരികളായ പ്രിയപ്പെട്ട നേതാക്കന്മാര് രാവും പകലും അവര് ഉറങ്ങാതെ ഉണ്ണാതെ ഒടുക്കാതെ അവര് കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചുകൊണ്ട് കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് നമുക്ക് തൊപ്പി വെക്കാൻ പറ്റുന്നത്, താടി വെക്കാൻ പറ്റുന്നത്. അതുകൊണ്ടല്ലേ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് പറ്റുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പർദ്ദയിടാൻ, നിഖാബ് ധരിക്കാൻ, അതുപോലെ തന്നെ മുഖമക്കരയിടാൻ, ഹിജാബ് ധരിക്കാൻ, തലയിൽ മുണ്ടിട്ട് നടക്കാൻ നമുക്കെന്തുകൊണ്ടാ കഴിഞ്ഞത്? ഇന്നലെ വരെ ത്യാഗം സഹിച്ച പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാര് സഹിച്ച കഷ്ടപ്പാടുകളുടെ വേദനകളുടെ ഒരു വലിയ കാര്യം കൊണ്ടല്ലേ നമുക്കതിനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയത്. എന്നാൽ അള്ളാഹു ഏറ്റവും ഉന്നതരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്, അള്ളാഹു ആദരിച്ചവരാണ് എന്ന മനുഷ്യ വിഭാഗത്തെ എണ്ണി പറയുമ്പോ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് അള്ളാഹു തആല പറഞ്ഞു, അന്തുമുല്ലഅലോ, നിങ്ങൾ ഉന്നതരാണ്, ഏറ്റവും ഉത്കൃഷ്ടരാണ്, അത്യുന്നതരാണ്, മേൽത്തരക്കാരാണ്, നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരാണ്, നിങ്ങളുടെ മുകളിൽ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പരിചയപ്പെടുത്തിയ ഈ സമുദായമുണ്ടല്ലോ, ഇന്ന് സമ്പത്തിന്റെ പിന്നാലെയാ, ഇന്ന് ധനപൂജയിലാണ്, ഇന്ന് ദുനിയാപൂജകരായി മാറിക്കൊണ്ടിരിക്കുകയാ. അവർക്ക് പല്ല് വേണ്ട നിരീശ്വരവാദികൾ കൂടിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ബുദ്ധിശൂന്യരായ ഒരുപക്ഷെ യുക്തിവാദികളെന്ന് വിളിക്കുന്ന യുക്തി എന്തെന്നറിയാത്ത ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ആളുകളില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ജുമാ നമസ്കാരത്തിന് ആളുകൾ കുറവാ, ജമാഅത്തുകൾക്ക് ആളുകൾ കുറവാ. എന്തുകൊണ്ടെന്നറിയോ? അവര് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു പോവുകയാ, അവര് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുകയാ. ഹബീബായ പ്രവാചകന്റെ ഒരു പ്രസംഗമുണ്ടെന്താണെന്നറിയോ? എപ്പോഴാ റസൂലുള്ള പ്രസംഗിച്ചതെന്നറിയോ? പ്രവാചകന്റെ ഹിജ്റയുടെ 7-ാം വർഷത്തില്, പ്രവാചകന് ഹിജ്റ പോയ 10-ാം കൊല്ലത്തില്, അഥവാ പ്രവാചകന് വഫാത്താകുന്ന ആ കൊല്ലത്തില് 63-ാമത്തെ വയസ്സ് പ്രവാചകൻ എത്തുന്ന സമയത്ത് വഫാത്തിന് ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഉഹദിലെത്തുകയാ. ചില ആളുകൾക്ക് സംശയമുണ്ടാകാ, പതിയാങ്കരന്റെ ഖബറിന്റെ അടുത്ത് വരുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, ഉഹദിന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് അവ ഖബറടക്കിയതിനു ശേഷം, രക്തസാക്ഷികളെ ഖബറടക്കിയതിനു ശേഷം സയ്യിദു ശുഹദാഇ ഹംസത്തുൽ കർറാം റളിയല്ലാഹു തആല അടക്കമുള്ള പ്രിയപ്പെട്ട സഹാബയുണ്ടല്ലോ, ഇന്ന് മുഹദിന്റെ മൈരിക്കയിൽ പോയാ വളച്ചു കെട്ടിയ ഭാഗത്ത് നമുക്ക് കാണാം, ആ ജബൽ റുമാത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് കാണാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ ധീര മുജാഹിദുകളുണ്ടല്ലോ, ആ ധീര രക്തസാക്ഷികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലെത്തുകയാ. എപ്പോഴാണെന്നറിയോ? ഉഹദ് യുദ്ധം നടന്ന് 7 വർഷം കഴിയുമ്പോഴാ, അഥവാ ഹിജ്റയുടെ 10-ാം കൊല്ലമാണ്, അഥവാ ഹിജ്റ 3-ാം കൊല്ലമാണ് ഉഹദ് യുദ്ധം നടക്കുക. അത് കഴിഞ്ഞിട്ട് 7 വർഷമാകുമ്പോഴാണ് ഹിജ്റ 10-ആവുക. അക്കൊല്ലമാണ് റസൂലുള്ള ഈ ലോകത്തോട് വിട പറയുന്നത്. ഉഹദിന്റെ പരിശുദ്ധമായ മൈരിക്കത്തിലെത്തുകയാ. അവിടെ അടക്കം ചെയ്യപ്പെട്ട സഹാബത്തിന്റെ ഖബറുകൾ സന്ദർശിക്കുകയാ. അവിടെ നിന്നുകൊണ്ട് പ്രവാചകനെ ദുആരക്കുകയാ. ഇതെവിടെയുള്ള ഹദീസാണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബി വര്യന്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഉഖബത്ത്
ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇദാരാ റിപ്പോർട്ട് ചെയ്തെന്നറിയോ അസഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമായി ഇന്ന് വിശ്വാസി സമൂഹം മുഴുവനും അംഗീകരിക്കുന്ന ബുഖാരി ഉണ്ടല്ലോ, തൊട്ടുടനെ എല്ലാവരും അംഗീകരിക്കുന്ന മുസ്ലിം ഉണ്ടല്ലോ. അതേ ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് ആദരവായ പ്രവാചകന്റെ ഈ ചരിത്രം രേഖപ്പെടുത്തുകയോ പറഞ്ഞതെന്നറിയോ ഹിജ്റയുടെ പരിശുദ്ധമായ 10-ാം കൊല്ലം വഫാത്തിന്റെ ആ കൊല്ലത്തില് പരിശുദ്ധമായ ഉഹദ് വന്നിട്ട് 7-ാം വർഷം പൂർത്തിയായപ്പോ അവിടെ വന്നിട്ട് എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ദുആ ചെയ്യുകയാ. അവരുടെ ഖബറുകൾ വന്നിട്ട് ദുആ നടക്കുകയാ. ദുആ ചെയ്ത അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പെട്ടെന്ന് സഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും പള്ളിയിലേക്കൊന്ന് വരുവോ, എല്ലാവരും മദീനത്തേക്കൊന്ന് വരുവോ. പരിശുദ്ധമായ ഉഹദിൽ നിന്ന് കേവലം 1-2 100 200 മീറ്റർ മാത്രമാണല്ലോ പരിശുദ്ധമായ മദീന പള്ളിയുള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 1 കിലോമീറ്ററാ. അവിടെ എത്തുമ്പോൾ റസൂലുള്ളാഹി മദീനയിലേക്ക് കടന്നു വരാൻ ആവശ്യപ്പെടുകയാ. അങ്ങനെ മദീനയിലേക്ക് കടന്നു വന്ന് മദീനത്തുൻ നബവിയിലെത്തിയിട്ട് മിമ്പറിലേക്ക് റസൂലുള്ള കയറുകയാ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടൊരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗമെന്നറിയോ? കാരുണ്യത്തിന്റെ പ്രവാചകന്റെ അമാനുഷികത വെളിവാകുന്ന പ്രസംഗമോ. ഇത്രയും വലിയ ആർജവത്തോട് ആവേശത്തോട് അല്ലാഹുവിന്റെ റസൂൽ ഒരു യാഥാർത്ഥ്യ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. സഹാബാക്കൾ സ്തബ്ധരായി കേട്ടുപോവുകയാ. പ്രവാചകൻ എന്താ പ്രസംഗിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ ഇന്നി ഫറത്തുല്ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുന്നേ പോകുന്നൊരു മുൻവിരുന്നുകാരനാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ പോയി സ്വർഗം റിസർവേഷൻ ചെയ്യാൻ പോവുകയാ. ഇരിക്കുന്ന സഹാബത്തിന് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? വാന ഷഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാ, നാളെ നിങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് സഹാബ. എന്നിട്ട് പറയുന്നില്ല അല്ലാഹു ഇലാ ഹൗലിൽ ഈ മദീനയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി അല്ലാഹു തരുന്ന ഹൗലുൽ കൗസർ കാണുകയാ. മദീനത്തുൻ നബവിയുടെ പരിശുദ്ധമായ മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നുബുവത്തിന്റെ പരിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകുന്ന സുന്ദരമായ വരദാനമായ ആ ഹൗലുണ്ടല്ലോ, 1 മാസത്തെ വഴിദൂരമുണ്ട് എന്ന് പ്രഖ്യാപിച്ച, നക്ഷത്രങ്ങളെക്കാൾ അധികമാണ് കോപ്പകളെന്ന് പറഞ്ഞ, പാലിനേക്കാൾ വെണ്മയാണെന്ന് പറഞ്ഞ, പരിശുദ്ധമായ തേനിനേക്കാൾ മധുരമാണെന്ന് പരിചയപ്പെടുത്തിയ, കസ്തൂരിയേക്കാൾ വാസനയാണെന്ന് പറഞ്ഞ ഒരു കവളൊന്ന് കുടിച്ചാൽ ലാ യൽമഉ ബഅദഹാ അബദാ, പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാഹം വരാത്ത ഹൗലുൽ കൗസർ ഉണ്ടല്ലോ, ആ ഹൗലുൽ കൗസർ എന്ന സുന്ദരമായ ഹൗല ഞാൻ ഈ മിമ്പറിൽ നിന്ന് കാണുകയാണ് സഹാബത്തെ. ഇത്രയും പറഞ്ഞ് പരലോകത്തെ അവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? റസൂലുള്ള ദുനിയാവിന്റെ കാര്യം പറഞ്ഞാലും ആഖിറത്തിന്റെ കാര്യം പറയാതെ പോകൂല. ഈ പറഞ്ഞ 3 കാര്യമില്ല. നിങ്ങൾ മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് കൈകൂപ്പിയിട്ട് നിങ്ങളുടെ കഥനക്കഥകൾ പറയുമെന്നോ, വിഷമങ്ങൾ വിങ്ങിപ്പൊട്ടി നിങ്ങൾ വിഗ്രഹങ്ങളോട് പറയുമെന്നോ എനിക്ക് ഭയമില്ല സഹാബാ. എനിക്ക് പേടി എന്താണെന്നറിയോ? ഇതേത് സമയത്താ പറയുന്നത്? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പ്രയാസപ്പെടുമ്പോൾ എത്രത്തോളം എന്നറിയോ? പ്രിയപ്പെട്ടവരെ, 7 മുഴം മാത്രം വീട്ടിൽ ഉള്ള റസൂലുള്ള കിടക്കുമ്പോ, 7 മുഴം നീളം മാത്രമുള്ള വീട്ടിൽ റസൂലുള്ള കിടക്കുമ്പോൾ കൈ ഉയർത്തിയാൽ മേൽക്കൂരയിൽ തട്ടുന്ന നിലയില് ഈത്തപ്പന ഓലകൾ വെച്ചിട്ട് മേൽക്കൂര നിർമ്മിച്ച വീട്ടിൽ കിടക്കുമ്പോ, ഒരു നാടൻ കട്ടിൽ മാത്രമുള്ള വീട്, പിന്നെ മാരി നിറച്ച ഒരു ചെറിയ കിടക്കയാ, പിന്നെ ഒരു തലയണയാ, പിന്നെ ഒരു മൺകൂജയാണ്, ഒരു മൺകുടമാണ്, പിന്നെ ചുമരിൽ തൂക്കിയിരിക്കുന്ന ഒരു മൺതട്ടികയാ, മരത്തട്ടികയാ, പിന്നെ അതിൽ ഗോതമ്പും കാരക്കയും വെച്ചിരിക്കുന്ന കുറച്ച് ഭക്ഷണമാ, പിന്നെ അത് പൊടിക്കാനുള്ള ഒരു ചക്ക, പിന്നെ
ഒരു തുകൽ സഞ്ചിയാണ്, പിന്നെ ഒരു കണ്ണാടിയാണ്. ഇതല്ലാതെ ആയിഷയുടെ വീട്ടിൽ മറ്റൊന്നുമില്ലല്ലോ, ഇതല്ലാതെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വേറൊന്നുമില്ല. എന്തൊക്കെയാണ് റസൂലുള്ള വഫാത്താകുമ്പോ ആയിഷ ബീവിയുടെ വീട്ടിലുള്ളതെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, മുഖം നോക്കാൻ ഒരു കണ്ണാടിയുണ്ട്, പ്രിയപ്പെട്ടവരെ വെള്ളം ശേഖരിച്ചു വെക്കാൻ ഒരു തുകൽ സഞ്ചിയുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഗോതമ്പോ മറ്റോ പൊടിക്കാനൊരു ചക്കുണ്ട്, അതുപോലെ തന്നെ ചുമരിൽ തൂക്കി ഒരു മരത്തട്ടികയുണ്ട്, അതിനകത്ത് ഗോതമ്പും പച്ചവെള്ളവും ഗോതമ്പും കാരക്കയും വെച്ചിരിക്കുകയാ. പിന്നെ വെള്ളം വെക്കാനൊരു മൺകുടമുണ്ട്, അത് ഒഴിച്ചു വെക്കാനൊരു മൺകൂജയുണ്ട്, പിന്നെ ഒരു തലയിണയുണ്ട്, പിന്നെ ഒരു വല്ല നാര് നിറച്ച ഒരു ബെഡുണ്ട്, ഒരു മെത്ത പോലെ ഒരു ബെഡുണ്ട്, പിന്നെ ഒരു നാടൻ കട്ടിലുണ്ട്. മേൽക്കൂര നിർമ്മിക്കപ്പെട്ടത് ഈ തപ്പന ഓല കൊണ്ടാ, തറയിൽ മുഴുവനും പ്രിയപ്പെട്ടവരെ മണല, മണ്ണ് കൊണ്ടാണ് ചുമരുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. 7 മുഴം മാത്രമാണ് വിസ്തീർണമുള്ളത്. നമുക്കറിയുമല്ലോ, ഇതൊരു ചാണാണ്, ഇതൊരു അടിയാണ്, ഇതാണ് ഒരു മുഴമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 7 മുഴം വിസ്തീർണമുള്ള വീട് ഈ പതിയാങ്കരയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആറാട്ടുപുഴയിലുണ്ടോ? ആലപ്പുഴ ജില്ലയിലുണ്ടോ? കേരളത്തിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? ഏഷ്യയിലുണ്ടോ? ഭൂമിയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? 7 മുഴം വിസ്തീർണമുള്ള വീട്ടിൽ കിടക്കുന്ന റസൂൽ മദീനത്തുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ധീരമായി പ്രസംഗിക്കുകയാ. എപ്പോഴാണ് പ്രസംഗിച്ചത്? ഇസ്ലാമിന് വേണ്ടി പടപൊരുതി ധീരരക്തസാക്ഷിത്വം വരിച്ച മുജാഹിദുകളായ ഉഹദീങ്ങളായ പ്രിയപ്പെട്ട സഹാബത്തിന്റെ ഖബർ സന്ദർശിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് അവരെ ഇങ്ങോട്ട് മദീനത്തുൻ നബവിയിൽ വന്ന് ചരിത്രങ്ങൾ ഇറങ്ങുന്ന മിമ്പറിൽ കയറുന്നുകൊണ്ട് പ്രസംഗിച്ചത് ആദ്യം ആഖിറത്തെ പറ്റി അവരെ ബോധവാന്മാരാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദുനിയാവ് മുഴുവനും എന്റെ ഉമ്മത്തിന് കിട്ടും, പക്ഷേ അന്ന് ഞാൻ പേടിക്കുന്നത് വിഗ്രഹ പൂജയല്ല, ഏതെങ്കിലും ദേവീദേവന്മാരെ ആരാധിക്കുന്നതല്ല, പക്ഷെ ഞാൻ പേടിക്കുന്ന പേടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, എനിക്കുള്ള ഏറ്റവും വലിയ പേടി എന്തെന്നറിയോ? വലാകിൻ അഖാഫു അലൈക്കും, ഞാൻ ഭയക്കുന്നത് അംതനാഫസൂ ഫീഹാ, മത്സരിച്ച് വീട് വെക്കുന്നതിനെയാ, മത്സരിച്ച് വാഹനമെടുക്കുന്നതിനെയാ, മത്സരിച്ച് പള്ളി വെക്കുന്നതിനെയാ, മത്സരിച്ച് പള്ളി നിർമ്മിക്കുന്നതിനെയാ. അവിടെ 2 മുനാരമുള്ള പള്ളിയാണോ, എനിക്ക് 5 മുനാരമുള്ള പള്ളി വേണമെന്ന് വാദിക്കുന്നവര്, അവിടെ ടൈലിട്ട പള്ളിയാണോ, ഇവിടെ ഗ്രാനൈറ്റ് ഇട്ട പള്ളി വേണമെന്ന് വാശി പിടിക്കുന്നവര്, അത് തെറ്റാണെന്ന വാദം എനിക്കില്ല. പക്ഷെ ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ നബി തങ്ങളെ ഭയപ്പെട്ടതാണ് എന്ന്. ഒരുത്തന്റെ വീട്ടുമുറ്റത്ത് ഇന്നോവയുണ്ടോ, എന്നാൽ എന്റെ വീട്ടുമുറ്റത്ത് ഫോർച്യൂണറാ വേണ്ടത്. ഒരുത്തന്റെ വീട്ടുമുറ്റത്ത് ബെൻസാണോ, എന്നാൽ BMW എന്റെ വീട്ടിന്റെ മുമ്പിൽ വേണ്ടത്. അവന് 1 ഏക്കറുണ്ടോ, എന്നാൽ എനിക്ക് 2 ഏക്കറാണ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് മത്സരിക്കുന്ന ഒരു സമൂഹം എനിക്ക് വരുമ്പോൾ അതിനെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ രാജാവ്, മക്കയുടെ ചേരാവ്, ആമിനയുടെ പൊന്നുമോൻ, അബ്ദുള്ളയുടെ തങ്കക്കുടം, മുഖ്ബിറെ സാദിഖ്, അഹ്മദ് മുജ്തബ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെങ്കട് പിളർത്തിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ബനൂ ഇസ്രായേലുകള് അത്യുന്നത സോപാനങ്ങളിൽ വിരാജിച്ചതിന് ശേഷം വിഗ്രഹ ആരാധന ഇഷ്ടപ്പെട്ടുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ഏറ്റവും ഉത്തമരാണ്, ഏറ്റവും ഉന്നതരാണ്, അത്യുന്നതിയിലാണ് എന്ന് പറയപ്പെട്ട ഈ ഉമ്മത്തുണ്ടല്ലോ, ഇന്ന് ദുനിയാ പൂജകരായി ദുനിയാവിന്റെ പിന്നാലെ, വിഗ്രഹത്തിന്റെ പിന്നാലെ പോകാത്തവര്, സമ്പത്തിന്റെ പിന്നാലെ പരക്കം പായുന്നവരായി, ശിലകളുടെ മുന്നിൽ പോകാത്തവരല്ല, കാശിന്റെ പിന്നാലെ പരക്കം പായുന്നവരായി അതപ്പതിക്കുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തീരുമാനിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുന്നതല്ല സമ്പത്താണെങ്കിൽ അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ തൈസ അബ്ദുദ് ദീനാരി വദ്ദിർഹമി വൽ ഖതീഫത്തി വൽ ഖമീസ. സമ്പത്തിന്റെ അടിമകൾ നശിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് അടിമകളാണ്, സമ്പത്തിന്റെ അടിമകളായി മാറിപ്പോയി. നിങ്ങൾ നോക്ക്, ഇന്ന് പരിശുദ്ധമായ പള്ളികൾ, പരിശുദ്ധമായ നമ്മുടെ സ്ഥാപനങ്ങൾ, പരിശുദ്ധമായ നമ്മുടെ ഇസ്ലാമിന്റെ ചൈതന്യങ്ങൾ തുളുമ്പുന്ന ഷിആറുകളായി നമ്മൾ കാണപ്പെടുന്ന വസ്തുക്കൾ, അതൊക്കെയും
ഇന്ന് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കാൻ. പള്ളികൾക്കൊന്നും ഒരു കുറവില്ല. മത്സരിച്ച പള്ളികൾ വെക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ അതിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എത്രത്തോളം സമ്പത്തിന്റെ പിന്നാലെ പോകുന്നു എന്ന് ചോദിച്ചാൽ, സമ്പത്ത് നമ്മളെ സംരക്ഷിക്കേണ്ട, നമ്മൾ കാണുന്ന, നമുക്കിപ്പോ രോഗം വന്നാൽ പണം വേണം, ശരിയാണ്. നമുക്ക് രോഗം വരുമ്പോ പൈസ വേണം. വിശക്കുന്നു, പൈസ വേണം. വിവസ്ത്രരാണ്, പൈസ വേണം, വസ്ത്രം വാങ്ങണം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്കല്ലേ പൈസ. പക്ഷെ നമ്മൾ രോഗം ഉള്ളവരായി. എന്തുകൊണ്ട്? രോഗം നമുക്ക് പിടിപെട്ട്. എന്തുകൊണ്ടാണ്? പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടം. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഒരു പ്രവാസിയെ നിങ്ങളൊന്ന് ആലോചിച്ച്. ഗൾഫുകാരനായ ഒരു പ്രവാസിയായ പാവപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹം 10-40 വർഷം വിദേശ രാജ്യത്ത് പണിയെടുക്കാൻ. നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പ്രവാസിയുടെ കഥ നിങ്ങൾ നോക്ക്. ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ടൊരു പ്രവാസി, അയാൾ വിദേശത്തേക്ക് പോയി. ആ വിദേശത്തേക്ക് പോയ പാവപ്പെട്ടവൻ 40 കൊല്ലം, 30 കൊല്ലം, 25 കൊല്ലം, 15 കൊല്ലം, ഓരോരുത്തരും 50 കൊല്ലായവരൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പണിയെടുത്തിട്ട് ഈ പൈസ മുഴുവനും നാട്ടിലയച്ച് സഹോദരിമാരൊക്കെ കെട്ടിച്ചു. വാപ്പാക്ക് നല്ല ചികിത്സ കൊടുത്തു, ഉമ്മാക്ക് നല്ല ചികിത്സ കൊടുത്തു, ഭാര്യയ്ക്ക് നല്ല ഉദ്യോഗം കിട്ടി, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല വീടായി, ഒക്കെയായി. ഈ പ്രവാസി അവിടെ കഴിയുന്ന, നമുക്കറിയാലോ ഗൾഫുകാരൊക്കെ ഒത്തിരി ഉള്ളതാണ്. ഗൾഫുകാർക്കറിയാം അവിടെ പോയാൽ, നമ്മൾ ഗൾഫിൽ ഉള്ള ആളുകൾ നാട്ടിൽ വരുമ്പോ നല്ല അറേബ്യൻ പെർഫ്യൂമിന്റെ വല്ലാത്തൊരു മണം അല്ലേ? അവരെ കണ്ടാൽ നല്ല ഒരു ഗൾഫുകാരനാണെന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള നടത്തം, ഇതൊക്കെ നമ്മൾ കാണും. പക്ഷേ ഒരു ദിവസം നിങ്ങൾ അവരുടെ ജോലി സ്ഥലത്തേക്കൊന്ന് പോയി നോക്കണം. 12, 13, 14 പേരൊക്കെയാണ് ഒരു ചെറിയ റൂമിൽ 2-3 കട്ടിലായിട്ട് ഇങ്ങനെ തട്ടുതട്ടായ കട്ടിലിൽ കിടക്കുക. അവിടെ അവര് ഈ അറേബ്യൻ മണോ ഇല്ല. അവർക്ക് അവിടെ യാതൊരു രൂപലാവണ്യങ്ങളോ അല്ലെങ്കിൽ വേഷഭൂഷാദികളോ ഒന്നുമില്ല. അവര് കഷ്ടപ്പെടുകയാണ്, അവര് പണിയെടുക്കുകയാണ്. എന്താ കഴിക്കുന്നത്? ഒരു കുബൂസ്. ആളുകൾ ടൈം ടേബിൾ വെച്ചിട്ട് ഒരാള് ഭക്ഷണം ഉണ്ടാക്കും. നന്നായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റൂല. തൈര് 1 റിയാൽ കൊടുത്ത് തൈര് വാങ്ങും. എന്നിട്ട് അതുകൊണ്ട് അവര് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നൂന്ന് വരുത്തി തീർക്കും. കാരണം മനസമാധാനത്തിന് വേണ്ടിയിട്ട്. ഭാര്യ വിളിച്ചോദിക്കും, കഴിച്ചു. അല്ലാത്ത ഗൾഫുകാരുമുണ്ട്, വളരെ വിരളമാണത്. അങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഒന്നും കഴിക്കാതെ ഉടുക്കാതെ അവരുടെയൊക്കെ ഡ്രസ്സ് ഒരാഴ്ചക്കാലം ഇടും. ചിലപ്പോ കഴുകാൻ സമയമില്ല, കഴുകി അയൺ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പൈസ നാട്ടിലേക്ക് അയച്ച് ഇവിടെ നല്ല സാരിയൊക്കെ കൊടുത്ത് ഭാര്യ, അല്ലെങ്കിൽ നല്ല മക്കൾ നല്ല പെന്നെ കൊണ്ട് എഴുതി, നല്ല ബാഗ് കൊണ്ട് സ്കൂളിൽ പോയി, നല്ല നിലയിൽ ആപ്പായുമായും ഒക്കെ ഗൾഫുകാരൻ മോൻ കൊണ്ടുവന്ന മുണ്ടാന്നൊക്കെ പറഞ്ഞ് ശരി അത്രയൊക്കെ അടിച്ചിങ്ങനെ പള്ളിയിലൊക്കെ വന്ന് റാഹത്തായി. ഇങ്ങനെയൊക്കെ കഴിയുമ്പോ 10-30 കൊല്ലമാകുമ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് വരുമ്പോ എങ്ങനെയാണ്? അയാൾക്ക് ആകെ ഉള്ളത് ആ ജീവൻ മാത്രമാണ്. തലയിലെ മുടിയെല്ലാം പോയിട്ടുണ്ടാവും, ആരോഗ്യം മുഴുവനും നശിച്ചിട്ടുണ്ടാവും. ഇയാൾക്കില്ലാത്ത ഒരു രോഗം ഉണ്ടാവൂല. ഇയാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി വിശ്രമിക്കട്ടെ, ഇനി എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് കഴിക്കണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുരയിടം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വാഹനം, ഞാൻ കഷ്ടപ്പെട്ടയച്ച എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് വരികയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നന്നായിട്ടൊന്ന് നല്ലതുപോലെ വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞ് കഴിക്കണമെന്നൊരു പ്രവാസിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവൻ അവിടെ നിന്ന് പിടിച്ച അസുഖമായി ഇവിടെ വന്നപ്പോ ആകെ അവന് കഴിക്കാൻ പറ്റുന്നത് ഒരു ചപ്പാത്തി മാത്രമാണ്. ഇത്രയും നാള് അവൻ പണത്തിന്റെ കാവൽക്കാരനായിരുന്നു. അപ്പൊ ചോദിക്കും, ഗൾഫിൽ പോണ്ടേ? പോയില്ലെങ്കിൽ ഭാര്യ ഒരു ഭാഗത്ത് നിന്ന് കുത്തുവാക്ക്, മക്കള് മറുഭാഗത്ത് നിന്ന് കുത്തുവാക്ക്, വാപ്പ അവിടെ നിന്നുകൊണ്ട് മീശ ചുരുട്ടുക, ഉമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് അതും ഇതും പറയുക, നാട്ടുകാര് കുറ്റപ്പെടുത്തുക, പള്ളിയിൽ
കമ്മിറ്റിക്കാര് ഭ്രഷ്ട് കൽപ്പിക്കുക, മാസവരി അടച്ചില്ല, ഉസ്താദിന് ചെലവ് കൊടുത്തില്ല, പള്ളിക്ക് ദുആക്ക് സംഭാവന തന്നില്ല. ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴും ഇവന്റെ മാനസികാവസ്ഥ അറിയുന്നുണ്ടോ? കോടീശ്വരന്മാരൊക്കെ കോവിഡ് സമയത്തും പ്രളയകാലത്തൊക്കെ വലിയ വലിയ റൂമൊക്കെ എടുത്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ അങ്ങ് പോയി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ? തീരെ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, ഒന്നുമില്ലാത്ത ആളുകൾ. സുനാമി കണ്ടവരല്ലേ ആറാട്ടുപുഴയുടെ പരിസര പ്രദേശങ്ങൾ, പതിയാങ്കരയുടെ പരിസര പ്രദേശങ്ങൾ സുനാമി കണ്ടതല്ലേ? ആ സമയത്തൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കാൻ എത്ര സംഘടനകളാണ്. അവിടെ നിന്ന് ഒരു സംഘടന വന്ന് കിറ്റ് കൊടുക്കുന്നു, അപ്പോഴും മത്സരിച്ച് അടുത്ത സംഘടന വന്ന് കിറ്റ് കൊടുക്കുന്നു. പണക്കാരാണെങ്കിലോ നാട്ടിൽ തന്നെ ഇല്ല. പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കാൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തകര്. പെട്ടുപോയത് ആരാന്നറിയോ? മിഡിൽ ലെവലിലുള്ള ആളുകൾ. നല്ല വീടുണ്ട്, അത് പണ്ട് ഗൾഫ് പ്രതാപകാലത്ത് വെച്ച വീടാ. വീട്ടിന്റെ മുന്നിൽ ഒരു വണ്ടിയുണ്ട്, അതിൽ എണ്ണ ഉണ്ടോന്ന് വെച്ചാൽ അറിയില്ല, അത് എടുത്തിട്ട് എത്ര നാളായെന്ന് വെച്ചാൽ അറിയില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട പണക്കാരാണെന്ന് തോന്നിപ്പിക്കുന്ന പാവപ്പെട്ട കുറെ ആളുകൾ കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമുക്ക് സംരക്ഷണം നൽകേണ്ട സമ്പത്ത്, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമ്പത്ത്, ആ ഭക്ഷണം സ്വാദോടുകൂടി കഴിക്കാൻ നമുക്ക് കഴിയാതെ ഭക്ഷണം കഴിക്കാതെ പണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമുക്ക്. അപ്പൊ ആരാ അടിമ, ആരാ ഉടമ? കർഷകന്റെ കൈയിരുന്ന കയറ് പൊട്ടിപ്പോയപ്പോ പശു ഓടിയ ഭാഗത്തേക്ക് കർഷകൻ ഓടിയത് തന്റെ ഗുരു തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത സന്ദേശമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് ചുമ്മാതെയാണോ? ഇന്ന് നമ്മളും അടിമകളായി മാറി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് 1 മണിക്കൂറായി, ഇനി ഒറ്റത്തിൽ 1 മണിക്കൂറിന്റെ ഉള്ളിൽ നിർത്തണം. ഇനി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ അടിമകളായി തന്നെ ഇരിക്കുക. ദുനിയാവ് നമ്മുടെ നേതാവ്, നമ്മുടെ സൃഷ്ടാവരുത്. പണം നമ്മുടെ സൃഷ്ടാവാകരുത്. നമ്മളെ നിയന്ത്രിക്കുന്ന പണമാകരുത്, ഒരിക്കലും ആകരുത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യത്തിന് പണം ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തണം. നമ്മൾ അള്ളാന്റെ അടിമകളാകണം, അല്ലാതെ പണത്തിന്റെ അടിമകളാണ് എന്ന് റസൂല് പറഞ്ഞ ആ ഗണത്തിൽ പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഇഷ്ടം പോലെ അനുഗ്രഹം കിട്ടിയവരാണ് ഈ ബനു ഇസ്രായേലുകൾ. ഇഷ്ടം പോലെ അനുഗ്രഹം. ഇതെല്ലാം നടന്ന ഈ രാത്രിയാണ്. അതാ ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഈ രാത്രിയിലാണ് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ അള്ളാഹു വാരിക്കോരി കൊടുത്തു. എന്താ അനുഗ്രഹം എന്നറിയോ? മൂസാ നബി അവരെ കൊണ്ട് ഇങ്ങനെ വരികയാണ്, രക്ഷപ്പെടുത്തിയല്ലോ. രക്ഷപ്പെടുത്തി എവർക്ക് മൂസാ നബിയും പരിവാരങ്ങളും രക്ഷപ്പെട്ടു വന്നു. ഫിർഔനും പരിവാരങ്ങളൊക്കെ നശിച്ച് എല്ലാം രക്ഷപ്പെട്ട് സന്തോഷമായിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന വഴിയിൽ ഇവർക്ക് വല്ലാത്ത ദാഹം. മൂസാ നബിയല്ലേ കൊണ്ടുപോകുന്നത്. എത്ര നന്ദി കെട്ട സമൂഹമാണെന്ന് മനസ്സിലാക്കണം. എന്താ കാര്യം? അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റവും മൂസാ നബിക്കാണ്. കടലിന്റെ മുമ്പിലെത്തിയപ്പോ, ചെങ്കടലിന്റെ മുമ്പിലെത്തിയപ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? മൂസ, നീ ഞങ്ങളെ പെടുത്തിയല്ലേ? വൽ അദുവു വറാഅന വൽ ബഹ്റു അമാമന. മുന്നില് കടല്, പിന്നില് ശത്രു. അങ്ങോട്ടോടിയാ വെള്ളത്തിവിടെയാവും, പുറകിലോട്ടോടിയാ ഓമാര് കുത്തിക്കൊല്ലും. ഞങ്ങൾ എന്ത് ചെയ്യും? നീ പെടിപ്പിച്ചല്ലോ നമ്മളെ. നീ ഞങ്ങൾക്ക് പണി എന്നതാണല്ലേ? നന്ദി കെട്ടൊരു ജനതയുടെ വാക്കുകൾ ആലോചിച്ച് നോക്കി. ഇതേപോലത്തെ രാത്രിയിൽ സംസാരിച്ച വാക്ക് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം പതിയാങ്കരയുടെ മണ്ണിലിരുന്നു കൊണ്ട് നമ്മൾ പറയുമ്പോ നമുക്കിതിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട രണ്ടാമത്തെ കാര്യം, ഇവര് നടന്നു പോകുന്ന വഴിയിൽ ദാഹിച്ചു, വല്ലാത്ത ദാഹം. മൂസാ നബിയുടെ ജനതയ്ക്ക് ദാഹം. കൂടെ വന്ന പുറകിൽ വന്ന ആളുകള് എന്ത് ചെയ്തു? വെള്ളം കുടിച്ച് ചത്ത്. അതാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത്. അതാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ നശിപ്പിച്ചത് വെള്ളം കൊണ്ട്, അല്ലേ? അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ രോഗം മാറ്റിയത് വെള്ളം കൊണ്ട്. അതാണ് പടച്ചവൻ. അവനെല്ലാ കഴിവുണ്ട്. അള്ളാഹു കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, വല്ലാത്ത പൈതാഹമായി ഈ നന്ദികെട്ട അടിമകളുണ്ടല്ലോ, ഫിർഔനിന്റെ അടിമകളായി രക്ഷപ്പെടുത്തപ്പെട്ട മൂസാ നബിയുടെ ജനതയായി അള്ളാഹു രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ആളുകളുണ്ടല്ലോ, അവര് മൂസാ നബിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയാൻ തുടങ്ങി. എന്താണെന്നറിയോ?
അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുകയാ, അവർ വന്നിട്ട് മൂസാ നബിയോട് പരാതി ബോധിപ്പിക്കുകയാ, മൂസ നബിയേ വല്ലാത്ത ദാഹമാണ്, വിശപ്പാ വല്ലാത്ത ദാഹമാണ്, വെള്ളം ദാഹിക്കുകയാണ്, പൈതാകമടക്കാൻ വെള്ളം വേണം, എന്താ ചെയ്യുക, മരുഭൂമിയാണ്, മരുപ്പച്ച അകലയാണ്, ഒരു തുള്ളി വെള്ളമില്ല, ജനശൂന്യമാണ്, ഫലശൂന്യമാ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, വെള്ളമില്ലാത്ത അവസ്ഥയാണല്ലോ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ നിർബന്ധിക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, നീ എന്തിനാ ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നത്, വെള്ളം താ ഞങ്ങൾക്ക് കുടിക്കണ്ടേ, അവിടെയാണെങ്കിൽ അവന്റെ ആട്ടും തുപ്പുമേറ്റ് നടന്നാലും വെള്ളം കിട്ടുമായിരുന്നല്ലോ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുകയാ, അല്ലാഹുവേ എന്റെ ജനതയ്ക്ക് വെള്ളം കൊടുക്കണമല്ലോ, അവർക്ക് ദാഹിക്കുകയാണ് പടച്ചവനെ. ഇത് ശ്രദ്ധയോടെ എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണം. അല്ല കൊടുത്ത 2-3 അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം എന്താണെന്ന് കൂടി പറയാ. പ്രിയപ്പെട്ടവരെ, അവരോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു വെള്ളം തരാൻ സമാധാനപ്പെടുക, അല്ലാഹുവിനോട് ആവശ്യപ്പെട്ട് പടച്ചവനെ വെള്ളം വേണം, എന്റെ ജനത ദാഹിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയോ, മൂസ നബിയെ കൈയിരിക്കുന്ന വടി കൊണ്ടാ കല്ലിലും നടിക്കുമോ? മൂസാ നബി അലൈഹിസ്സലാം കൈയിരിക്കുന്ന വടി കൊണ്ടൊരടി അടിച്ചപ്പോൾ അതാ വെള്ളം വരികയാ. എങ്ങനെയാ വെള്ളം വന്നതെന്നറിയോ? ഈ ബനൂ ഇസ്രായേലുകളെ 12 ഗ്രൂപ്പായിരുന്നത്രേ, 12 ഗ്രൂപ്പായിരുന്നു ഈ വന്ന അടിമകളായിരുന്ന ആളുകൾ. ആ 12 ഗോത്രങ്ങൾക്ക് 12 ഉറവകൾ അല്ലാഹു പൊട്ടിച്ചു കൊടുക്കുകയാ. ജലസേചന പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ മൂസാ നബി നടപ്പിലാക്കിയത്. കൈയിരിക്കുന്ന ഒരു വടി കൊണ്ട് ആ കല്ലിലും നാനടിച്ചപ്പോ റിസാലത്തിന്റെ ആ വടി കൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കല്ലിലും നടിക്കുമ്പോൾ ജലസേചന പദ്ധതി അല്ലാഹു ആവിഷ്കരിക്കുകയാ. എന്താ 12 പാറ അല്ലാഹു 12 ആളുകൾക്ക് കൂട്ടർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് 12 ജലാശയം പൊട്ടുകയാ. അല്ല തന്നെ പറഞ്ഞല്ലോ, അവിടെ നിന്ന് 12 അരുവികളാ ഒഴുകിയത്. സുന്ദരമായ വെള്ളം മരുഭൂമിയിൽ വെച്ചവർ കുടിക്കുകയാ. എങ്ങനെയാണ് ഈ ഗോത്രത്തിൽപ്പെട്ടവര് അവിടെ ചെന്ന് കുടിക്കേണ്ട കാര്യമില്ല, തിക്കും തിരക്കുമിന്റെ ആവശ്യമില്ല, എല്ലാവരും തിക്കും തിരക്കിയിട്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കണ്ട. അല്ലാഹു പറഞ്ഞതെന്താണ്, ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹു, എല്ലാവർക്കും അവരുടെ ജലാശയം എവിടെയാണെന്നുള്ള കാണിച്ചു കൊടുക്കുകയാ. അവര് ധാരാളം വെള്ളം കുടിച്ചു, അവര് മനോഹരമായ അവരുടെ വയറ് നിറച്ച് വെള്ളം കുടിച്ചപ്പോൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാ. ഇതേപോലത്തെ രാത്രിയിലാണ് പതിയാങ്കരക്കാരാ. ആ യാത്രയുടെ ഇടയിൽ വിശക്കുകയാണ്, അവർക്ക് വല്ലാത്ത വിശപ്പ് വന്നു. ആ സമയത്ത് ആ രാത്രി കഴിഞ്ഞ് പകലാവുക. ആ സമയത്ത് വിശപ്പാണ്, എന്ത് കഴിക്കണമെന്നറിയില്ല. കാരണം മരുഭൂമിയാണ്, ഒന്നും കഴിക്കാൻ അവിടെ കിട്ടുന്നില്ല. എന്താ ഞങ്ങളെ കഴിക്കുക മൂസ നബിയെ? അവിടെയാണെങ്കിൽ ആട്ടും തുപ്പും കിട്ടിയാലും ഭക്ഷണം കിട്ടുമായിരുന്നു. എന്താ നീ ഞങ്ങളെ വല്ലാതെ പണി തന്നല്ല മൂസ, എവിടെന്നാ ഞങ്ങളെ കഴിക്കുക? മാത്രമല്ല വല്ലാത്ത ചൂടാണ്, വെയിലാണ്, ഒരു തണലില്ലാത്ത ഒരു മരുഭൂമിയിലാണല്ലോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്. ഇതിനേക്കാൾ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ ചൂടാണല്ലോ നല്ലത്. അതുകൊണ്ട് ഇവിടെ തണലും ഇല്ല, കഴിക്കാൻ ഭക്ഷണവും ഇല്ല. ആ സമയത്ത് അല്ലാഹു മൂസ നബിയോട് പറയുന്നു, ഓ മൂസ നബിയെ വിഷമിക്കണ്ട. അല്ലാഹു തന്നെ പറയുകയാണ് സൂറത്തുൽ ബഖറ, വലല്ലനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ. അല്ലാഹു പറയുകയാണ്, വലല്ലനാ അലൈക്കുമുൽ ഗമാമ, അല്ലാഹു അവർക്കതാ മേഘത്തെ തണലാക്കി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, മേഘം തണലാക്കി കൊടുക്കുകയാ. ആർക്കാണ് ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തതെന്ന് ആലോചിക്കണേ മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം പെങ്ങളെ. അല്ലാഹു കൊടുത്ത അനുഗ്രഹമാ. കുടിക്കാൻ അവർക്ക് 12 ജലാശയങ്ങളെ പൊട്ടിച്ച് കീറി കൊടുത്തല്ല. വയറ് നിറച്ചപ്പോൾ ഞങ്ങൾക്ക് തണലില്ലാന്ന് ആശങ്കപ്പെട്ട ആവലാതിപ്പെട്ടവർക്ക് മേഘം തണലിട്ട് കൊടുത്തു. എന്നിട്ട് വിശക്കുകയാണെന്ന് പറഞ്ഞവർക്ക് അല്ലാഹു കൊടുത്തത് ഇവിടുത്തെ റേഷനരിയുള്ള ഭക്ഷണമല്ല, ഇവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം
മാത്രമല്ല അല്ല പറയുന്നു അൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ. അല്ലാഹു തആല ഹൽവ പോലത്തെ മധുരമുള്ള മനോഹരമായ കട്ടിത്തേന് അതുപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചിയും അഭിപ്രായപ്പെടുന്ന മഞ്ഞ സെൽവയും കൊടുക്കുകയാ. അവർക്ക് റേഷൻ കാർഡ് വേണ്ട, അവർക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണ്ട, അവർക്ക് ഒരു സ്ഥലത്ത് ചെന്ന് ക്യൂ നിൽക്കണ്ട. ആകാശത്തിന്റെ ഉടമസ്ഥനായ അല്ലാ, ഭൂമിയുടെ ഉടമസ്ഥനായ അല്ലാ ആകാശത്തിനും ഇറക്കി കൊടുക്കുകയാ. ഒരിക്കലും മഞ്ഞ സെൽവ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതല്ല, ഒരിക്കലും ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയെടുത്തതല്ല, ഏതെങ്കിലും മരത്തിൽ നിന്ന് പറിച്ചെടുത്തതല്ല. കാരണം അല്ല പറഞ്ഞ വാക്കെന്താണ്? നാം ഇറക്കി എന്നാ പറഞ്ഞത്. ഈ വാക്കല്ലാഹു പിന്നീട് പറയുന്ന മഴ ഇറക്കുന്ന കാര്യത്തിലാ. അതേ വാക്ക് തന്നെയാണ് അല്ലാഹു മൻസൽവയുടെ കാര്യത്തിൽ പറഞ്ഞത്. മഴ പെയ്യുന്നത് പോലെ വല്ലാതെ വിറങ്ങലിച്ച് പൈതാകമടക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ, പ്രിയപ്പെട്ടവരെ, പൈതാകമടക്കാൻ കഴിയാതെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനങ്ങളുടെ മുന്നില് കർക്കിടകം പെയ്യിപ്പിക്കുന്ന അള്ളയില്ലേ, അതേ പെയ്യിപ്പിക്കൽ പോലെ പടച്ചവൻ ആകാശത്തിനും ഇറക്കി കൊടുക്കുകയാ. എന്താണ് ഇറക്കി കൊടുത്തത്? മഞ്ഞ് സെൽവ എന്ന് പറയുന്ന മനോഹരമായ ഭക്ഷണത്തെ അള്ള ഇറക്കി കൊടുക്കുകയാ. അവര് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. ഇന്നേ വരെ അവര് കഴിച്ചിട്ടില്ല. അവര് കഴിച്ചതോ പ്രിയപ്പെട്ടവരെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് വലിച്ചെറിയുന്ന എച്ചിലുകളായിരുന്നല്ലോ കഴിച്ചത്. ഇന്നവർ കഴിക്കുന്നത് ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുര ആകാശലോകത്ത് നിന്നിറക്കിക്കൊടുത്ത കട്ടിത്തേന്, അതുപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചി. അഭിപ്രായങ്ങൾ മുഫസ്സിരീങ്ങൾക്ക് പലതുമുണ്ടാകാം. പക്ഷെ മഞ്ഞ് സെൽവ എന്ന് തന്നെ നമുക്ക് അർത്ഥം വെക്കാം. അതേ ആകാശത്തിൽ നിന്ന് മഞ്ഞ് സെൽവയല്ല ഇറക്കിക്കൊടുത്ത് വയറ് നിറച്ച് മൃഷ്ടാനബോധനം നടത്തി. അവര് നന്നായിട്ട് കുടിച്ചു, നന്നായിട്ട് കടിച്ചു, നന്നായിട്ട് തണലുകൊണ്ടു. ആ സമയത്ത് ഇവരുടെ നന്ദികേട് നോക്കണേ. മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരു ദിവസം അവര് വരികയാ. എന്നിട്ട് മൂസാ നബിയോട് പറയുകയാണ്, മൂസ നബിയെ, ഞങ്ങൾക്ക് സംതൃപ്തിയില്ല, ഞങ്ങൾ സംതൃപ്തരല്ല, ഞങ്ങൾക്ക് ഈ ഭക്ഷണം തികയും, ഭക്ഷണം പോരാ, ഞങ്ങൾക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നുകയാണ്, വല്ലാത്തൊരു ഉദ്ദേശം തോന്നുകയാണ്, ഞങ്ങൾക്കൊരു ചേഞ്ച് വരുത്താൻ നിന്റെ പടച്ചോനോടൊന്ന് പറയോ. മൂസാ നബി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ പതിയാങ്കരയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കേൾക്കണേ. ഈ പറഞ്ഞ ഈ നന്ദി കെട്ട കൗമ പറഞ്ഞതെന്തെന്നറിയോ? അല്ല തന്നെ പറയട്ടെ, ഇത് കൊൽത്തും യാ മൂസാ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ, ഞങ്ങൾക്ക് ഒരു ഭക്ഷണം മാത്രം പോരാ, ഇവിടുന്ന് ഒരു ഭക്ഷണം ഞങ്ങൾക്ക് കഴിച്ചാ പോരാ. മൂസ, ഞങ്ങൾ എത്ര നാളുകൊണ്ട് മഞ്ഞ് തിന്നുകയാണ്, സെൽവ കഴിക്കുകയാ, ഞങ്ങൾക്ക് ഇത് മാത്രം കഴിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ഭക്ഷണത്തിന്റെ മേലെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് നിന്റെ പടച്ചോനോട് നീ ഒന്ന് ചോദിക്കണം, എന്താ ഞങ്ങൾക്ക് വേണ്ടതെന്നറിയോ? ഭൂമിയിൽ നിന്നുണ്ടാകുന്നത് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞൂടെ? മൂസാ നബി ചോദിച്ചു, എന്താടാ നിങ്ങൾക്ക് വേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയുകയാ, അവർ ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ട മിൻബഖലിഹാ ചീരയാണ്, വഖിസായിഹാ കക്കരിക്കയാണ്, വഫൂമിഹാ ഗോതമ്പാണ്, വഅദസിഹാ പയറാണ്, വബസലിഹാ ഉള്ളിയാണ്, ഞങ്ങൾക്ക് വേണ്ടത് പച്ചക്കറിയാണ്, വെജിറ്റബിളാണ് ഞങ്ങൾക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവോ. ബുദ്ധിമാന് സൂചന മതിയെന്നല്ലേ ഇവര് പറയുന്നു. ഞങ്ങൾക്ക് ഇനി ഇറച്ചി വേണ്ട, ഞങ്ങൾക്ക് വെജിറ്റബിൾ മതി, പച്ചക്കറി മാത്രം മതിയെന്ന് പറഞ്ഞപ്പോ, അതും എങ്ങനത്തെ പച്ചക്കറിയാണ്? ഞങ്ങൾക്ക് ചീര വേണം, കക്കരിക്ക വേണം, പയറ് വേണം, ഉള്ളി വേണം, ഗോതമ്പ് വേണം, ഇതെല്ലാം ഞങ്ങൾക്ക് വേണം, നിന്റെ മഞ്ഞ് സെൽവയൊന്നും ഞങ്ങൾക്കിനി വേണ്ട. ഇതങ്ങോട്ട് പറയുമ്പോ അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് പറയുന്ന, മൂസ നബിയെ ചോദിക്ക്, അവരോട് ധീരമായി ചോദിക്ക്, അതസ്തബ്ദിലൂനൽ
الذي هو أدنى بالذي هو خير. ഏറ്റവും ശ്രേഷ്ഠമായ കരണീയമായ ഭക്ഷണം നിങ്ങൾക്ക് തന്നപ്പോ അതിനെ മാറ്റിമറിച്ചിട്ട് ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾ ഏറ്റവും ലോക്കൽ ഭക്ഷണം വേണമെന്നാണോ, നിങ്ങൾ ലോക്കൽ ഭക്ഷണം വേണമെന്നാണോ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ചില ആളുകൾ പറയുമല്ലോ ഞങ്ങൾക്ക് ഇറച്ചിയോട് വെറുപ്പാണ്, ഞങ്ങൾ പച്ചക്കറിയുടെ ആളുകളാണ്. അള്ള പറഞ്ഞത് എന്താണ്? പച്ചക്കറി അങ്ങേയറ്റം താഴ്ന്ന വസ്തുവാണ്, ഹൈറായ വസ്തു ഏതാണ്? ഇറച്ചി തന്നെയാണ്. അള്ള പറഞ്ഞത് തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഖൈറായ കാടപ്പക്ഷിയുടെ ഇറച്ചിയേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് പച്ചക്കറിയാണോ? നിങ്ങൾക്ക് വേണ്ടത് ഉള്ളിയും തക്കാളിയുമാണോ? ഇത് മൂസാ നബിയുടെ ജനതയോട് ചോദിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാ. ഇനി ഇന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്തെന്നറിയോ? ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, വെള്ളം കുടിക്കാൻ വല്ലാത്ത പൈതാഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ 12 ഗോത്രത്തിനും 12 ജലാശയം കീറിക്കൊടുത്ത അല്ലാ വല്ലാതെ മരുഭൂമിയാണ് വെയിലെന്ന് പറഞ്ഞപ്പോൾ, എവിടെയാണ് പ്രിയപ്പെട്ടവരെ മരുഭൂമിയിൽ മരുപ്പച്ച അകലയല്ലേ? എവിടെയാണ് ഒരു ഇല പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ആകാശത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു മേഘത്തിനെ കൊണ്ടുവന്നവർക്ക് തണലിട്ട് കൊടുത്തു. അവര് നിൽക്കുന്നതിന്റെ എല്ലാ ഭാഗത്തും അല്ലാഹു ചൂടും വെയിലും കൊടുത്തപ്പോൾ ഇവർക്ക് അല്ലാഹു തണല് കൊടുത്തില്ലേ? എന്നിട്ട് അവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ രുചികരമായ ആകാശലോകത്ത് നിന്ന് മനോഹരമായ പലഹാരമിറക്കി അല്ലാഹു അവരെ സൽക്കരിച്ചില്ലേ? അപ്പൊ ഇവരെന്താ പറഞ്ഞത്? പോരാ പോരാ, ഇതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, ഞങ്ങൾ പറയുന്നത് വിളമ്പാനിന്റെ പടച്ചവന് പറ്റുമോ? ഈ ഉമ്മത്തിന്റെ പരാജയത്തിന്റെ കാരണവും അവിടെയാ. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംതൃപ്തി പോരാ, ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംതൃപ്തി പോരാ. എത്രത്തോളം എന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മഹാനായ കഅബ് ബിൻ മാലിക്കുൽ അൻസാർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. ഈ പറയുന്ന ഹദീസിന്റെ പ്രിയപ്പെട്ടവരെന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ആടിനടുത്തേക്ക് 2 ചെന്നായെ പറഞ്ഞു വിടുകയാണ്. ഒരു ആട് നിൽക്കുന്ന ഭാഗത്തേക്ക് 2 ചെന്നായ വരികയാണ്. സങ്കല്പിച്ചു നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു ആട്ടിൻകുട്ടി നിൽക്കുകയാണ്, അതിന്റെ മുന്നിലേക്ക് 2 ചെന്നായ വരികയാണ്. ആ ചെന്നായ എങ്ങനെയാണോ ആ ആട്ടിൻകുട്ടിയെ നശിപ്പിക്കുന്നത്, 2 ചെന്നായ്ക്കൾ ആട്ടിൻകുട്ടി എങ്ങനാണോ നശിപ്പിക്കുന്നത്, അതിനേക്കാൾ ഭീകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. ഒരു മനുഷ്യന്റെ അത്യാഗ്രഹം, അവൻ വലിയ ആളാകാനുള്ള പൊങ്ങച്ചക്കാരനാകാൻ ആഗ്രഹിക്കുന്ന അവന്റെ ആ മാന്യതയ്ക്ക് വേണ്ടിയിട്ട് അവൻ കൊതിക്കുന്ന, ഒരു നാട്ടിലെ വലിയ ആളാകാൻ വേണ്ടിയിട്ട് അവന് കൊതിക്കാറുണ്ടല്ലോ. ഞാനാണോ മറ്റവനെന്ന ചിന്തയുണ്ടല്ലോ, ആ ഞാനാണ് മറ്റവനെന്ന ചിന്തയും എനിക്കാണ് പൈസയുള്ളതെന്ന അഹങ്കാരവും അതുപോലെ പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയും ഉണ്ടല്ലോ. ആ വ്യഗ്രതയും എങ്ങനാണോ അവന്റെ ദീനിനെ നശിപ്പിക്കുന്നത്? റസൂലുള്ള ഇതിനപ്പുറം വേറെ ഉദാഹരണം പറയേണ്ടതില്ല. മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, ഇത്രയും വലിയ ഉദാഹരണത്തിനപ്പുറം റസൂലുള്ള വേറെ പറയണോ? 2 ചെന്നായ്ക്കളുടെ സ്ഥാനത്ത് ഏതാണ് അവൻ വലിയവനാണെന്ന ധാരണ, അതുപോലെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അത്യാർത്തിയും 2 ചെന്നായുടെ സ്ഥാനത്തെങ്കില് ആട്ടിൻകുട്ടിയുടെ സ്ഥാനത്തുള്ളത് ദീനാണ് മക്കളെ. ആ ദീന് എങ്ങനെയാണോ ഈ മനുഷ്യന് ആ അത്യാഗ്രഹവും അതുപോലെ തന്നെ ഔന്നത്യവും എങ്ങനെയാണോ അവന്റെ ദീനെ നശിപ്പിക്കുന്നത്, ആ നാശം 2 ചെന്നായ്ക്കൾ ആടിനെ നശിപ്പിക്കുന്നതിനേക്കാൾ ഭീകരമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ വലിയ ആളാണെന്ന് നമ്മളാണോ പറയേണ്ടത്? അത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ വലിയ ആളാണ് എന്ന് ഞാനല്ല പറയേണ്ടത്, അത് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞ് നടന്നാൽ ഞാൻ ഒന്നുമല്ല എന്നാണ് അർത്ഥം. ഒരാൾക്ക് വില കൽപ്പിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ എന്തുകൊണ്ടാണ് അവരെ കൂടുതൽ സ്മരിക്കാതെ പോകുന്നത്? പതിയാങ്കര ഉസ്താദ് ജീവിച്ചിരുന്നു, ഇപ്പൊ 18ാമത്തെ ആണ്ടാണ്. ഈ 18ാമത്തെ ആണ്ടിന് നമ്മുടെയൊക്കെ വിശ്വാസം അദ്ദേഹം ഖബറിൽ കിടന്ന് നമ്മളെ എല്ലാ സംസാരവും കേൾക്കുന്നല്ലേ? അങ്ങനെയല്ലേ വിശ്വസിക്കേണ്ടതും? അങ്ങനെയാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും. അതിന് വ്യക്തമായ രേഖകളും തെളിവുകളും പ്രമാണങ്ങളും പ്രാമാണികതകളും ഉണ്ടല്ലോ.
ഹദീസുകളുണ്ടല്ലോ. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ ഇത്രത്തോളം നമ്മൾ ഇങ്ങനെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിന്റെ ഒരു നവോത്ഥാന നായകനായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? മരിച്ചതിന് ശേഷം ആ മനുഷ്യന് എന്ത് ഹുങ്കുണ്ടാവാനാ? മരിച്ചതിന് ശേഷം ഒരു മനുഷ്യന് എന്ത് അഹങ്കാരം ഉണ്ടാവാനാ? ഉമ്മൻചാണ്ടി, ഞാൻ രാഷ്ട്രീയം പറയുന്നൊന്നുമല്ല, ഉമ്മൻചാണ്ടി മരണപ്പെട്ടു, EK നയനാർ മരണപ്പെട്ടു, ലീഡർ കെ കരുണാകരൻ മരണപ്പെട്ടു. കേരള ചരിത്രത്തിൽ 3 പേർക്കാണ് ഇത്രയും വലിയ ഒരു ജനാവലി ഉണ്ടായത്, 3 ആളുകൾക്കാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്കുണ്ടായ ജനപിന്തുണ, ഈ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവുമായിട്ട് വിലാപയാത്ര നടത്തി 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെത്തി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് വരെയുള്ള, അതിനുശേഷമുള്ളത് പോകട്ടെ, ഈ ജനാവലി ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ പാർട്ടി ജയിച്ചു വരൂലേ? പിന്നെ വേറൊരു പക്ഷം പിന്നെ ഉണ്ടാവുമോ? ഇടതുപക്ഷമായാലും മറ്റേത് പക്ഷമായാലും ഉണ്ടാവൂലല്ലോ. ഒരാളും മരിച്ചതിനു ശേഷം അയാളോട് കാണിക്കുന്നത് കൂടുതൽ, രാഷ്ട്രീയക്കാർ പൊതുവെ അങ്ങനെയാണ്, രാഷ്ട്രീയമാണെങ്കിൽ തന്നെ അങ്ങനെയാണ്. ഇപ്പൊ രാഷ്ട്രീയ വേദി ഇവിടെ നിന്നുകൊണ്ട് അവരത്തിൽ വിളിക്കും, അവിടെ അത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ അങ്ങനെയാണ്. പക്ഷേ ഒരാൾ മരണപ്പെട്ടാൽ അവരെ അനുശോചിക്കും, അവരെ അനുശോചിക്കും. കാരണം എന്താണ്? മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഹുങ്കുണ്ടാവൂല, അഹങ്കാരം ഉണ്ടാവൂല. ഞാനാണ് എന്ന ഒരു ധാരണ ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. നമ്മൾ മരിച്ചതിന് ശേഷം ആളുകൾ പറഞ്ഞോട്ടെ നമ്മൾ അന്നാളാണ് ഇന്നാളാണ്, അത് പറഞ്ഞോട്ടെ, അത് പറയിപ്പിക്കണം. അതാണ് ഇബ്രാഹിം നബി ദുആ, പടച്ചവനെ ലോക അവസാനം വരെ വരുന്ന ആളുകൾ എന്നെപ്പറ്റി നല്ലത് പറയണം. എന്താ ഗുണമെന്നറിയോ ആ ദുആക്ക് അല്ലാഹു കൊടുത്ത ഉത്തരം? എന്താ? ഇശാനസ്കാരത്തിൽ ആദം നബിയുടെ പേര് പറഞ്ഞ ആരാളുള്ളത്? നൂഹ് നബിയുടെ പേര് പറഞ്ഞ ആരാളുള്ളത്? നമ്മുടെ നിസ്കാരങ്ങളിൽ അഷ്റഫുൽ ഖൽക്കിന്റെ പേര് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഒരേ ഒരു പേര് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് നിസ്കാരത്തിൽ മാത്രമല്ല, മയ്യത്ത് നിസ്കാരത്തിലും പറയും. 2ാമത് തക്ബീറിന് ശേഷം അല്ലാഹുവേ, എനിക്ക് ശേഷം വരുന്ന ആളുകൾ എന്നെപ്പറ്റി നല്ലത് പറയണം. ആ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെപ്പറ്റി നല്ലത് പറയണം. പതിയാങ്കര ഉസ്താദിന്റെ 18ാമത് ആണ്ട് ഇവിടെ നടക്കുന്നു. എല്ലാവരും ഒരുമിച്ചുകൂടി അദ്ദേഹത്തിനെ പറ്റി, അദ്ദേഹത്തിന്റെ ദ്വാരന്നു, നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നത് 19, 20 ഒക്കെ നമ്മൾ ആണ്ട് നടത്തുന്നത് നല്ലത് തന്നെയാണ്, നടത്തിക്കോളിയും. അതോടൊപ്പം നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ഇതേപോലെ ആൾക്കൂട്ടം ഉണ്ടാവുന്ന തരത്തിൽ നല്ല ജീവിതം നയിക്കാൻ കഴിയണം. അല്ലാതെ എല്ലാ കൊല്ലവും ആണ്ട് നടത്തിയിട്ട് നമ്മളങ്ങ് എങ്ങനെയും മരിച്ചു പോയാൽ മതിയോ? പോരാ, നമ്മൾ അതുപോലെ ആകണം. അതാണ് പതിയാങ്കര ഉസ്താദ് ആഗ്രഹിക്കുന്നതാണ്. അതിന് വേണ്ട കാര്യം എന്താണ്? ഞാൻ ചില ആളുകൾ കണ്ടിട്ടില്ലേ, മരണ വീട്ടിൽ പോയാൽ മയ്യത്താകണം, കല്യാണ വീട്ടിൽ പോയാൽ പുതിയാപ്പിളാകണം. അവരുടെ ആഗ്രഹം അതാണ്. മരണ വീട്ടിൽ പോയാൽ ഞാനാണ് മയ്യത്തെന്ന് പറയണം, കല്യാണ വീട്ടിൽ പോയാൽ ഞാനാണ് പുതിയാപ്പിള, എല്ലാവരും എന്നെ എടുത്തു പൊക്കണം, എല്ലാവരും എന്നെ അഭിനന്ദിക്കണം, എന്നെ എല്ലാവരും നോക്കണം. ആ ഒരു ചിന്ത അത് മാറണം. അങ്ങനെ അത് ദീനിനെ നശിപ്പിക്കും. ഏതുപോലെ? ചെന്നായുടെ മുന്നിൽ ആട്ടിൻകുട്ടി പെട്ടതുപോലെയാണ്.